ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 7 അലോഹങ്ങൾ നോൺ മെറ്റൽസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട്സ് ഓഫ് കാർബണിൻ്റെ സംയുക്തങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർബണിൻ്റെ രൂപാന്തരങ്ങളെ പറ്റി അലോട്രോപ്സിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ക്രിസ്റ്റലൈൻ അലോട്രോപ്സും അമോർഫസ് അലോട്രോപ്സ്, ക്രിസ്റ്റലീൻ രൂപാന്തരങ്ങളും അമോർഫസ് രൂപാന്തരങ്ങളെ പറ്റി പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാർബണിൻ്റെ സംയുക്തങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. നമുക്ക് ഏതൊക്കെ സംയുക്തങ്ങൾ അറിയാം? CH4, CO, CO2, C6H12, O6, C2H5OH, C6H6 ബെൻസീന്, അങ്ങനെ നമുക്ക് പല സംയുക്തങ്ങൾ കാർബണിൻ്റെ അറിയാം അല്ലേ. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? ബെൻസീന് C6H6, ഗ്ലൂക്കോസ് C6H12O6, എത്തനോൾ C2H5OH. കാർബൺ ഓക്സിജൻ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നമ്മൾ കാർബൺ ഓക്സിജൻ സംയുക്തങ്ങളെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യമായിട്ട് കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ ഏതൊരു കാർബണിനെയും അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സിനെ സംയുക്തങ്ങളെയും വായുവിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന സംയുക്തം, മേജർ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആരാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും എന്നീ കാർബൺ സംയുക്തങ്ങളുടെ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദി ലാബറട്ടറി. കാർബൺ ഡയോക്സൈഡിൻ്റെ പരീക്ഷണശാലയിലെ നിർമ്മാണമാണ് നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മുടെ പരീക്ഷണശാലയിലെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന അറേഞ്ച്മെൻറ്റ് ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, അതിൽ തീസിൽ ഫണൽ, അതിനകത്ത് ഡയലൂട്ട് HCl, നേർപ്പിച്ച HCl, കാൽഷ്യം കാർബണേറ്റ്. എന്താണ് കാൽഷ്യം കാർബണേറ്റ്? കാക്കോ3, CaCO3. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്ത് പ്രവർത്തിച്ചാണ് നമുക്ക് ഈ വെച്ചിരിക്കുന്ന ജാറിലേക്ക് കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന റിയാക്റ്റൻസ് അഭികാര്യങ്ങൾ ആരൊക്കെയാണ്? കാൽഷ്യം കാർബണേറ്റും ഡയലൂട്ട് HCl, നേർപ്പിച്ച HCl, കാൽഷ്യം കാർബണേറ്റ് CaCO3. കംപ്ലീറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. CaCO3 + 2HCl gives CaCl2. പ്രൊഡക്റ്റ് സൈഡിൽ CaCl2, കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് CO2. ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ ദാറ്റ് ദി ഗ്യാസ് ഫോംഡ് ഈസ് CO2? ഇവിടെ ഉണ്ടായ വാതകം കാർബൺ ഡയോക്സൈഡ് ആണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽഷ്യം കാർബണേറ്റ് CaCO3യും ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാതകം ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഈ ഗ്യാസ് നമ്മൾ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിടുമ്പോൾ ചുണ്ണാമ്പ് വെള്ളം ടേൺസ് മിൽക്കി, പാൽ നിറമാകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഉണ്ടായ വാതകം അല്ലെങ്കിൽ ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡയലൂട്ട് HClയും കൂടെ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണോ എന്ന് മനസ്സിലാക്കുവാൻ ആ വാതകത്തെ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ CaOH ടൈസാണ് ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത്, ലൈം വാട്ടറിലൂടെ കടത്തി വിടുമ്പോൾ ആ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുവാണെങ്കിൽ, ടേൺസ് മിൽക്കി ആവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ വാതകം കാർബൺ ഡയോക്സൈഡ് ആണെന്ന് നമുക്ക് തീർച്ചയാക്കാം. ഉപയോഗങ്ങൾ നോക്കിയാലോ. എന്തൊക്കെ ഉപയോഗങ്ങളാണ് കാർബൺ ഡയോക്സൈഡ് കൊണ്ടെന്ന് അറിയാമോ? നമ്മൾ ഈ ഹോസ്പിറ്റലിലും അഗ്നിശമനങ്ങളിലും ഉപയോഗിക്കുന്ന അത് എന്താണെന്ന് അറിയാമോ? ഫയർ എക്സ്റ്റിംഗ്വിഷനിൽ ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ടു മേക്ക് സോഡ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ വാട്ടറും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഇത് മാനുഫാക്ചർ ഓഫ് വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് സോഡ, അപ്പക്കാരും അലക്കുകാരും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആരാ? കാർബൺ ഡയോക്സൈഡ് ആണ്. ഇൻ ദി മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് യൂറിയ പോലെയുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും കാർബൺ ഡയോക്സൈഡ് ആണ്. ഇൻ കാർബോജൻ 90% ഓക്സിജനും 5% കാർബൺ ഡയോക്സൈഡും കൂടെ ഉള്ളതാണ് കാർബോജൻ എന്ന് പറയുന്നത്. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് റെസ്പിറേഷൻ ചെയ്യാൻ ശ്വാസോച്ഛ്വാസത്തിന് വെക്കുന്നത് ആരാ? ഈ കാർബോജനാ. അതിനകത്തും ഉണ്ട് 5% കാർബൺ ഡയോക്സൈഡ്. സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് നോൺ ആസ് ഡ്രൈ ഐസ്. ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെയാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റേജ് ഷോയിലൊക്കെ പുക വരുന്നതെന്നൊക്കെ നമ്മൾ പറയല്ലേ. ഈ പുക വരാൻ കാരണം ആരാ? ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ ഈ ഖരരൂപമാണ്. സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് ഇങ്ങനെ സ്റ്റേജ് ഷോയ്ക്കൊക്കെ ഈ സ്മോക്കി ഇഫക്റ്റ്, പുക നിറഞ്ഞ ഒരു പ്രതീതി ഉളവാക്കാൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാർബൺ സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ് CO. ഡ്യൂറിങ് കമ്പസ്റ്റൻ, ജ്വലനം നടക്കുമ്പോൾ ഇഫ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഇസ് വെരി ഹൈ, കാർബണിൻ്റെ അളവ് വളരെ അധികമോ ഓക്സിജൻ്റെ അളവ് കുറയുകയോ ചെയ്താൽ, ദാറ്റ് ഓഫ് ഓക്സിജൻ ഇസ് ലോ, ദി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ആസ് ഗിവൻ ബിലോ. നടക്കുന്ന പ്രവർത്തനം
വാതകത്തിന്റെ രാസസമവാക്യമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. 2C+O2 gives 2CO. അവിടെ ഉണ്ടായ വാതകം ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് പോയിസണസ് ഗ്യാസ് ആയിരിക്കും, വിഷവാതകമായിരിക്കും. എപ്പോൾ ജ്വലനം നടക്കുമ്പോൾ, കമ്പസ്റ്റൻ നടക്കുമ്പോൾ കാർബണിന്റെ അളവ് വളരെയധികം കൂടുകയോ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്താൽ അവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആയിരിക്കും, CO. അത് പോയിസണസ് ആണ്, വിഷവാതകമാണ്. കാർബൺ മോണോക്സൈഡ് റിയാക്ട്സ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ആൻഡ് ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഇതിന്റെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആണെന്ന് പറയാൻ കാരണം, അപകടകാരിയാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിൻ നമ്മുടെ രക്തത്തിൽ HB ഹീമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു, കാർബോക്സി ഹീമോഗ്ലോബിൻ. ആസ് എ റിസൾട്ട് ഇതുമൂലം രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയും. നമ്മുടെ രക്തമാണല്ലോ നമ്മുടെ ഓക്സിജനെ വഹിക്കുന്നത്. അപ്പോൾ രക്തത്തിന്റെ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള ആ കഴിവ് കുറയുകയും കപ്പാസിറ്റി കുറയുകയും ലീഡിങ് ടു ഡെത്ത്, മരണത്തിന് വരെ ഇടയാക്കുന്ന ഒരാളാണ് ആര്, കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്, CO. അപ്പോൾ ഇനി കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗം നോക്കാം. ആസ് എ ഗേഷ്യസ് വാതക ഇന്ധനമായിട്ട് കാർബൺ മോണോക്സൈഡ് CO ഉപയോഗിക്കും ടു പ്രൊഡ്യൂസ് ഇൻഡസ്ട്രിയൽ ഫ്യൂൽസ് ലൈക്ക് വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. വ്യവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ് CO+H2, വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ CO+H2 ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ CO+N2 എന്നിവ നിർമ്മിക്കുന്നതിന് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കും. വാട്ടർ ഗ്യാസ് CO+H2, പ്രൊഡ്യൂസർ ഗ്യാസ് CO+N2 ഇവ നിർമ്മിക്കുന്നതിന് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കും. ഇതൊരു ഗേഷ്യസ് ഇന്ധനമായി ഉപയോഗിക്കും, വാതക ഇന്ധനമായി ഉപയോഗിക്കും. ആസ് എ റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ മെറ്റലർജി, ലോഹ നിർമ്മാണ പ്രക്രിയയെ നിരോധികാരിയായിട്ട് ഉപയോഗിക്കും. ലോഹ നിർമ്മാണങ്ങളിൽ റെഡ്യൂസിംഗ് ഏജന്റ് നിരോധകാരിയായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ ഇത് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിന് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവിനെ കുറിച്ച് മരണത്തിന് വരെ ഇടയാക്കുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ട് അപകടകാരിയായ ഒരു ഗ്യാസ് ആണ്, വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാർബണേറ്റ് ലവണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? മെത്തേഡ് ടു ഐഡന്റിഫൈ കാർബണേറ്റ് സാൾട്ട്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലവണ ലൈനിയിലേക്ക്, സാൾട്ട് സൊല്യൂഷനിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ബേരിയം ക്ലോറൈഡ് ലൈനി ചേർക്കുക, BaCl2 സൊല്യൂഷൻ ചേർക്കുക. അപ്പോൾ നമുക്ക് അവിടെ വെളുത്ത അവിഷ്പിതം, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. ഈ വെളുത്ത അവിഷ്പിതത്തിലേക്ക്, ഈ ഉണ്ടായ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. അപ്പോൾ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, വെളുത്ത അവിഷ്പിതം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് സോലുബിൾ ചെയ്യുവാണെങ്കിൽ, ലയിക്കുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ലവണം നമുക്ക് കിട്ടിയിരിക്കുന്ന സാൾട്ട് കാർബണേറ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒന്നുകൂടെ പറയാം. ഗിവൺ സാൾട്ട് സൊല്യൂഷനിലേക്ക്, തന്നിരിക്കുന്ന ലവണ ലൈനിയിലേക്ക് ബേരിയം ക്ലോറൈഡ് BaCl2 ലൈനി സൊല്യൂഷൻ ആഡ് ചെയ്യുക. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, വെളുത്ത അവിഷ്പിതം കിട്ടുകയാണെങ്കിൽ അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വെളുത്ത അവിഷ്പിതം, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോലുബിളായി ലയിക്കുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സാൾട്ട്, തന്നിരിക്കുന്ന ലവണം കാർബണേറ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ സവിശേഷതകളാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് നമുക്ക് മനസ്സിലാക്കിയല്ലോ. കളർലെസ് ആണ്, ഡസ് നോട്ട് ഹെൽപ്പ് കമ്പസ്റ്റന് സഹായിക്കത്തില്ല, ഓർഡർലെസ് ആണ്, ഡെൻസർ ദാൻ എയർ ആണ്, അസിഡിക് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രത്യേകതകൾ? നിറമില്ല, ജ്വലന സഹായിയല്ല, ഗന്ധമില്ല, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ജലീല ലൈനിയിൽ അസിഡിക് ആണ്, അക്യൂ സൊല്യൂഷനിൽ അസിഡിക് ആണ്. മാച്ച് ദി കോളംസ് A and B. എക്ക് അനുസരിച്ചുള്ള ബിയിൽ നിന്ന് യോജിപ്പിച്ചത്. വാഷിംഗ് സോഡ എന്ന് പറയുന്നത് എന്താണ്? Na2CO3 10H2O, Na2CO3 10H2O അലക്കുകാരം. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, CO+H2 എന്ന് പറയുന്നത് വാട്ടർ ഗ്യാസ് ആണ്. CO+N2 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. CO+N2 ആണ് നമ്മുടെ പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പോൾ CO+H2, CO+ ഹൈഡ്രജൻ എന്ന് പറയുന്നത് വാട്ടർ ഗ്യാസ് ആണ്. അപ്പോൾ ഇനി അപ്പക്കാരായിരിക്കും? NaHCO3 ആണ്. കാർബൺ സംയുക്തങ്ങളെ പറ്റി പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.